എല്ലാവർക്കും സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇനി നമ്മൾ ടൈപ്പ് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സലിൽ എഡിറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഇമേജ് ടു എക്സൽ. അപ്പോൾ നമ്മൾ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് നമ്മൾ എഴുതുക, എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്യുക, എന്നിട്ട് ഹാൻഡ് റിട്ടൺ നമ്മൾ പേപ്പർ സ്കാൻ ചെയ്യുക, എന്നിട്ട് മെയിൽ അയക്കണം. മെയിൽ അയച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലൊരു ഹാൻഡ് റിട്ടൺ പേപ്പറാണ് നമ്മൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്കാനർ ഉപയോഗിച്ചോ മൊബൈൽ ഉപയോഗിച്ചിട്ടോ ഇത് സ്കാൻ ചെയ്യുക. എന്നിട്ട് മെയിൽ അയയ്ക്കുക, കമ്പ്യൂട്ടറിലോട്ട് PC-യിലോട്ട് മെയിൽ അയയ്ക്കുക. മെയിൽ അയക്കുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളിവിടെ വന്നിട്ട് നമുക്കറിയാമല്ലോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കമ്പ്യൂട്ടറിൽ. നമ്മൾ അപ്പോൾ നമ്മൾ മെയിൽ അയച്ചത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയലാണ് ഇത്. അത്ര ക്ലിയർ അല്ല, ഞാൻ മൊബൈലിൽ കൂടെ എടുത്തതായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. സ്കാനറിൽ കൂടെ എടുത്തിരുന്നത് കുറച്ചുകൂടെ നല്ല ക്ലിയറായിട്ട് വന്നേനെ. ഇത് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്തില്ല. അപ്പം സാധാരണ എടുക്കുന്ന പോലെ ഒരു മൊബൈലിൽ ഒരു സ്കാൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഈ സ്കാൻ ചെയ്ത ഈ ഡോക്യുമെൻ്റ് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് എക്സലിൽ പോയിട്ട് ഇതിനെ ടോട്ടൽ എടുക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് എമൗണ്ടൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ടൈപ്പ് അടിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഇത് തന്നെ നമുക്ക് എക്സലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോട്ടലൊക്കെ എടുത്തു കളർ ചെയ്തു എല്ലാം ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബ്രൗസ് എടുക്കണം. ഇവിടെ പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് കട്ടിങ് ഒന്നും പാടില്ല. ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കാമല്ലോ. ഇവിടെ വന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ഡേറ്റയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വല്ല കട്ടിങ് ഉണ്ട് അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ല എഴുതിയെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് പകരം നമ്മളിവിടെ ബ്രൗസ് എടുക്കുക, ഗൂഗിളിൻ്റെ ബ്രൗസ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ചാറ്റ് GPT-ന്ന് ടൈപ്പ് അടിക്കണം. ഓക്കെ, GPT-ന്ന് ടൈപ്പ് അടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മളതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചോദിക്കുന്നു വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലസ് സിമ്പിൾ എടുക്കുക. പ്ലസ് സിമ്പിൾ എടുത്തിട്ട് ആഡ് ഫോട്ടോ എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഡൗൺലോഡിൻ്റെ അവിടെ നമ്മുടെ ഈ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളതൊന്ന് എടുത്തു. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ഇവിടെ വന്നു. എന്നിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെ ടൈപ്പ് അടിക്കണം, കൺവെർട്ട് ഇമേജ് ടു എക്സൽ എന്ന് ടൈപ്പ് അടിച്ചു കൊടുക്കണം, എക്സൽ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കൺവെർട്ട് ടു ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് നമ്മൾ അടിച്ചു. ഇനി കുറച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. ഇത് എക്സൽ ഫയലിലേക്ക് ഈ ഇമേജിനെ അവർ ജനറേറ്റ് ചെയ്യുകയാണ്. എക്സൽ ഫയലിലേക്ക് അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കണ്ടോ, എക്സൽ ഫയൽ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് നൗ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടില്ലേ, ഡൗൺലോഡെന്ന് കണ്ടില്ലേ, ഈ എക്സെൽഎസ് തൊട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആക്കിയിട്ടത് ഇത് എക്സൽ ഫയലായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡൗൺലോഡെന്ന് പറയണം. നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഇവിടെ കിട്ടി. കണ്ടില്ലേ ഇവിടെ. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെന്നിട്ട് പ്രസ് ചെയ്താലും മതി. കണ്ടില്ലേ, നമുക്കിപ്പം നമ്മുടെ ആ എക്സൽ ഷീറ്റ് കണ്ടോ, എക്സൽ ഷീറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാം. കണ്ടോ, ബോർഡർ സെറ്റ് ചെയ്തു. പിന്നെ അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. കളറൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ടോട്ടലൊക്കെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് നമുക്കിവിടെ ഉണ്ടോ സം എടുത്തു. അപ്പോൾ നമുക്കിനി ടൈപ്പ് അടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഹാൻഡ് റിട്ടൺ എഴുതിയാലും നമുക്ക് എക്സൽ ഫയലിൽ പോയിട്ട് നമുക്കിവിടെ ടോട്ടൽ എന്ന് ടൈപ്പ് അടിച്ചു. ഉണ്ടോ, ടോട്ടൽ. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ഹാൻഡ് റിട്ടൺ പേപ്പർ നമുക്ക് എക്സലിൽ വന്നിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് അതൊരു ഇമേജ് തന്നെയാണ്. ഇമേജിനെ കൺവേർട്ട് ചെയ്ത് എക്സലിലേക്ക് മാറ്റിയിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും.
എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ഒരു തവണയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ChatGPT ആദ്യം സ്കാൻ ചെയ്യുക, നമ്മുടെ ഹാൻഡ് റിട്ടൺ പേപ്പർ സ്കാൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് കഴിഞ്ഞ് മെയിൽ അയക്കണം. മെയിൽ അയച്ചിട്ട് നമ്മുടെ PC വന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇത്ര മനസ്സിലായല്ലോ. എന്നിട്ട് ഇവിടെ നമ്മൾ ChatGPTന്ന് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പ്ലസ് സിമ്പിൾ കണ്ടില്ലേ, നമ്മൾ ഈ പ്ലസ് സിമ്പിൾ വന്നിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൈപ്പ് അടിച്ചു കൊടുക്കണം, കൺവെർട്ട് ഇമേജ് ടു എക്സൽ എന്ന് ടൈപ്പ് അടിച്ചു കൊടുക്കുക. അന്നേരം അത് ജനറേറ്റ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഡൗൺലോഡ് SLS ഫയലായിട്ട് വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, XLS ഇവിടെ വന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു പേപ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു പേപ്പറിൻ്റെ കോപ്പി ഞാൻ ഇടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഓക്കെ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം, ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.